നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസാണ് കേട്ടോ. മോമോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, കൊഴുക്കട്ട ഉണ്ടാക്കണ പോലെ ഇത് മൈദ കൊണ്ട് അതിനുള്ളിൽ വെജിറ്റബിൾസ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കണത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് പനീർ ചേർത്തിട്ടുള്ള മോമോസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, പിന്നെ പനീറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സബോള ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ചെറുതായ കാരണം രണ്ടെണ്ണം എടുത്തത്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ക്യാബേജും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്യാബേജും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സവാള അതെ ചെറുതായിട്ട് പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തോളൂ. ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണിത് കേട്ടോ. ഈ ക്യാരറ്റും ക്യാബേജും ഈ സവാളയും കൂടെ നന്നായിട്ട് ഉപ്പിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. 10 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് പിഴിഞ്ഞ് കളയണം വെള്ളം. അതിന് വേണ്ടിയിട്ടാണ്. ഉപ്പിട്ടാൽ വേഗം വെള്ളമൊക്കെ പോകും, വെള്ളം വരും. അപ്പോൾ നമുക്കത് വേഗം പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തിരുമ്മി വയ്ക്കുക, ഉപ്പ് തിരുമ്മി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് അത് പിഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു ബൗളിലിട്ട് കൊടുക്കുക. വെള്ളത്തോടു കൂടി നമ്മൾ മോമോസിൽ ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു വലിയൊരു തുണി ഇട്ടിട്ട് അതിൽ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പ് കൊണ്ട് കഴിയും. അത് തുണി എടുക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. നമുക്ക് എത്ര വെള്ളം കിട്ടിയിട്ടുണ്ട്, ഈ വെള്ളം കളയണ്ട. ഇത് നമുക്ക് അതിൻ്റെ മാവ് കുഴയ്ക്കുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഒരു 100 ഗ്രാം പനീർ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു 3-4 പച്ചമുളക് ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടീസ്പൂൺ, രണ്ടും പേസ്റ്റ് ആക്കിയത് കേട്ടോ. നന്നായി ചതച്ചതായാലും കുഴപ്പമില്ല. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത്, പിന്നെ മല്ലിയിലയും ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ബട്ടറും കൂടെ ചേർത്തോ നല്ലതാണ്, പനീറും ബട്ടറും. ഇനി പനീർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ പനീർ ചേർക്കണ്ട കേട്ടോ. അതിന് പകരം നമുക്ക് സോയ ചങ്ക്സ് വേണമെങ്കിൽ ചേർക്കാം. ഇത് വെജ് മോമോസ് ആയതുകൊണ്ടാണ് കേട്ടോ. നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ മാവ് കുഴയ്ക്കാനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും 2 ടീസ്പൂൺ ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ്. അത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി, പിന്നെ ഈ വെജിറ്റബിളിൻ്റെ ഈ വെള്ളമല്ലേ, അതുകൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. പിന്നെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ വെജിറ്റബിളിൻ്റെ വാട്ടർ നമുക്ക് വെറുതെ കളയും വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ സാധാ വെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ വെള്ളം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അത് വെറുതെ കളയണ്ട. അപ്പോൾ ഉപ്പ് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പുണ്ടാവും. നമ്മൾ ക്യാരറ്റും ക്യാബേജൊക്കെ ഉപ്പിട്ടിട്ടല്ലേ തിരുമ്മി വെള്ളം കളഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ മാവിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇത് എന്നിട്ട് നന്നായിട്ട് കുഴച്ച്, നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കണേ അതുപോലെ തന്നെ ആ പരുവത്തിൽ കുഴച്ചെടുക്കുക. കുറേ അധികം വെള്ളമാക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഇത്ര പാടുള്ളൂ, ഇതാണ് പാകത്തിനുള്ള അളവ്. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കണം, ടൊമാറ്റോ. അതാണ് ഈ മോമോസിൻ്റെ തക്കാളി ചമ്മന്തി എന്ന് പറയണത് പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടി 4 തക്കാളി എടുത്താൽ മതി. ചെറുതായ കാരണം 6 എടുത്തത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ച് ഇതൊരു 6 മുളക് ചേർത്തിട്ടുണ്ട്. അത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക. അപ്പോഴേക്കും അതിൻ്റെ തൊലിയൊക്കെ ഇളകിപ്പോരും. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക, ഈ മുളകും ഈ തക്കാളിയും കൂടെ.
തക്കാളി ആ മുളകിൻ്റെ ഞെട്ടൊക്കെ കളയണം കേട്ടോ. അപ്പോൾ നമുക്ക് പേസ്റ്റായി കിട്ടി. ഇനി നമ്മളത് തക്കാളിയുടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് 2-3 ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് അതിൽ ചേർക്കുക. ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചാൽ മതിയിട്ട്. അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും, അപ്പോൾ സൂക്ഷിക്കണം. എന്നിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, വേണ്ട, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. സോസിലൊക്കെ ഉപ്പുള്ള കാരണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ എണ്ണ തെളിയണതാണ് അതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസല്ല ഒഴിക്കേണ്ടത്, ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അപ്പോഴാണ് നല്ല കളർ വരും ഈ ചട്നിക്ക്. അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കുറച്ച് എണ്ണ പരട്ടിയിട്ട് ആക്കിയാൽ മതി. പൊടിയിട്ടിട്ടല്ല അത് പരത്തേണ്ടത് കേട്ടോ. ചെറിയ ബോൾസ് ആക്കിയിട്ട് കനം കുറച്ച് പരത്താം. ഇതിലാണ് നമ്മൾ ഫില്ലിങ്സൊക്കെ വെക്കാൻ പോണത്. മൈദ ആയതുകൊണ്ട് പിന്നെ പൊട്ടിപ്പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് നിൽക്കുള്ളൂ. ഈ മൈദമാവിന് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ടമാവ് കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഗോതമ്പ് ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഹെൽത്തിയാണ്, പക്ഷെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ അത് റൗണ്ടൊക്കെ ശരിയായി. അതിലേക്ക് 1 ടീസ്പൂൺ ഫില്ലിങ്ങാണ് വെച്ചത് കേട്ടോ. ഫില്ലിങ് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി എടുക്കില്ലേ, ആ ഒരു ഞൊറി പോലെ അത് നന്നായിട്ട് ചെയ്യാൻ അറിയണവർ നന്നായിട്ട് ഇങ്ങനെ ഞൊറി വെച്ച് മടക്കുക. ഇതിൻ്റെ ഞൊറിവ് ഇപ്പം ഇത്തിരി ഭംഗി കുറഞ്ഞാലും വിഷമിക്കണ്ട. ഞൊറിവിലല്ല കാര്യം, നമുക്കതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൊഴുക്കട്ടയും നമ്മളെ ഒരു അപ്പല്ലേ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന കുമ്പിളപ്പൊക്കെ, അതുപോലെ ഇങ്ങനെ കുമ്പിള് പോലെ അങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിൽ നമുക്കത് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരുന്നാൽ മാത്രം മതി. നല്ല ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയണവർ നല്ല ഷേപ്പിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അതേ നമുക്ക് ഇങ്ങനെയാണ് അറിയണത്. അപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചു. അത് എന്നിട്ട് ഒരു എണ്ണ തടവിയ ഒരു ട്രേയിൽ എടുത്തു വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയും കൂടെ ഇട്ട് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ അത് വേഗം അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോവും. അപ്പോൾ ഈ അടുത്ത മോമോസും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നന്നായിട്ട് അറിയണവർ നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളിത് ഇങ്ങനെ കൂട്ടി കിട്ടിയാൽ മതി. നമുക്ക് ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പൊട്ടിപ്പോവാണ്ട് കിട്ടിയാൽ മതി. ഇതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അടുത്തതും കിട്ടിയിട്ടാണ് നമുക്ക്. അങ്ങനെ ഇത്രയും നമുക്ക് എണ്ണം കിട്ടി. ഇത് നമ്മൾ ഇനി വേറൊരു പണിയില്ല. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രം എടുക്കുക, അതിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. പിന്നെ ഇതിങ്ങനെ അടുപ്പിച്ച് തൊടാണ്ട് വെച്ചോളൂ കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിപ്പോരും. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് തുറന്നിട്ട് ഇതിൽ കുറച്ച് ചാട്ട് മസാല വിതറി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇപ്പം തന്നെ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ടുള്ള ഈ മോമോസ് കഴിക്കാം. ഇനി ഇത് പാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, അതാണ് ഇങ്ങനെ കുറച്ച് ഓയിൽ പാനിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലിങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ടിരിക്കും, കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ 2 തരം ഇവിടെ ഉണ്ടാക്കി നോക്കി, സ്റ്റീം ചെയ്തതും ഇതുപോലെ പാൻ ഫ്രൈ ചെയ്തതും. ഡീപ്പ് ഫ്രൈ ചെയ്യും കേട്ടോ. വേണമെങ്കിൽ മുഴുവനായിട്ട് ഓയിലിട്ടിട്ടുണ്ടാക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇതുപോലെ ചെയ്യണതാണ്. സ്റ്റീം ചെയ്തത് അങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പാൻ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം. ഇത് നമ്മുടെ സോസിൽ കൂട്ടി കഴിക്കാം, നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പനീറിന് പകരം നമുക്ക് സോയ ചങ്ക്സ് വേവിച്ചിട്ട് അതിങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അതും വയ്ക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.